നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കേരള PSC പുതിയ വിജ്ഞാപനം പുറത്തിറക്കി. ഗസറ്റഡ് ഡേറ്റ് 28/2/2026. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് 1/4/2026. നോട്ടിഫിക്കേഷൻ: ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 2/2026. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 3/2026. അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ്, തേർഡ് NCA SC പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി, KSC FFD ലിമിറ്റഡ്, മത്സ്യഫെഡ്, കാറ്റഗറി നമ്പർ 4/2026. പ്യൂൺ വാച്ച്മാൻ, സെക്കൻഡ് NCA SIUC നാടാർ, ഈഴവ, ബില്ലവ, തീയാസ്, ST, OBC, ലാറ്റിൻ കാത്തലിക്സ്, ആംഗ്ലോ ഇന്ത്യൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 5/2026. വിശദമായ വിജ്ഞാപനം നോക്കാം. ഗസറ്റ് ഡേറ്റ് 28/2/2026. ലാസ്റ്റ് ഡേറ്റ് 1/4/2026. ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ്, കാറ്റഗറി നമ്പർ 2/2026. ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് ദ പോസ്റ്റ്: ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് from among second grade overseers, draftsmen, third grade overseers, tracers, clerks, typist clerk and confidential assistant of public works department only. Scale of pay 37,400 രൂപ മുതൽ 79,000 രൂപ വരെ. Number of vacancies anticipated. Method of appointment: direct recruitment from among second grade overseer, draftsman, third grade overseer, tracer, clerk, typist clerk and confidential assistants of public work department only. Age limited: must have completed 18 years as on 1/1/2026. The upper age limit is not applicable to the selection. Qualification: diploma in civil engineering of the Kerala University or diploma recognized by government as equivalent thereto. Gazette date 28/2/2026. ലാസ്റ്റ് ഡേറ്റ് 1/4/2026. കാറ്റഗറി നമ്പർ 5/2026 to 12/2026. സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഉദ്യോഗ പേര് പ്യൂൺ വാച്ച്മാൻ. KSFEയിലെ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം. ശമ്പള സ്കെയിൽ 24,500 രൂപ മുതൽ 42,900 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം 11. 5/2026. SIUC നാടാർ 1. 6/2026. ഈഴവ, തീയ, ബില്ലവ 2. 7/2026. പട്ടികവർഗം ST 2. 8/2026. മുസ്ലിം 2. 9/2026. ധീവര 1. 10/2026. OBC 1. 11/2026. ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ, LCAI 1. 12/2026. വിശ്വകർമ്മ 1. പ്രായപരിധി 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലായിരിക്കണം. യോഗ്യത: 6ാം ക്ലാസ്, പുതിയത്, വിജയം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയിൽ മേൽപ്പറഞ്ഞ സ്ഥാപനത്തിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത നോട്ടിഫിക്കേഷൻ NCA റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ്, കാറ്റഗറി നമ്പർ 4/2026. 3ാം NCA വിജ്ഞാപനം. വിഭാഗം 3 സൊസൈറ്റി വിഭാഗം. സ്ഥാപനം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്, മത്സ്യഫെഡ്. ഉദ്യോഗ പേര് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ്. ശമ്പളം 26,500 മുതൽ 60,700 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പട്ടികജാതി 1 സൊസൈറ്റി വിഭാഗം.
അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 3/2026. സ്ഥാപനത്തിൻ്റെ പേര് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്. ഉദ്യോഗ പേര് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. ശമ്പളം 37,400 രൂപ മുതൽ 79,000 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം. യോഗ്യതകൾ: ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.